നമ്മളിന്ന് എക്സലിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാറ്റ വാലിഡേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ആരോ കാണാം. അതിന്റെ അണ്ടറിലായിട്ട് ഒരുപാട് പേരുകൾ കാണാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ചൂസ് ചെയ്യുന്നതോടുകൂടെ ഈ ഒരു സെല്ലിൽ ചോക്ലേറ്റ് എന്ന് വരും. ഇനി മിൽക്ക് ആണെങ്കിൽ മിൽക്ക് എന്ന് വരും. ഈ ഡാറ്റയെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഈ ഒരു ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഒരുപാട് ഡാറ്റയെ നമ്മൾ ആഡ് ചെയ്താൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇതുപോലെ ഒരു സെല്ലിനെ നമ്മൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെല്ലിനെ, ഇതിപ്പോൾ നോർമൽ സെല്ലാണ്, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ ആരോ കാണുന്നില്ല. ഡാറ്റ വാലിഡേഷൻ ചെയ്തിട്ടുള്ള ഒരു സെല്ലാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആരോ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ആരോ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ലിനെ ഡാറ്റ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സെല്ല് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡാറ്റ എന്നുള്ളതിൽ, നിലവിൽ നമ്മളത് ഹോം ആയിരിക്കും, അതിൽ ഡാറ്റ എന്നുള്ളതിൽ പോയിട്ട് അവിടെ ഡാറ്റ വാലിഡേഷൻ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഡാറ്റ വാലിഡേഷൻ എടുക്കുക. അതിൽ സെറ്റിങ്സ്, അതിൻ്റെ ഇടയിൽ അലോ എന്നുണ്ടാവും. അതിൽ നമുക്ക് ലിസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ സോഴ്സ് കാണാം. സോഴ്സിന്റെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നമ്മളെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എവിടെ നിന്നാണോ ഡാറ്റ കിട്ടേണ്ടത് അത് ഇത്രയും ഏരിയയാണ്. ഇനി ഇതിലധികമാണെങ്കിൽ നമുക്ക് ഇതിലധികം ചെയ്യാം. ഇപ്പോൾ ഇത്ര ഡാറ്റകളെ നിലവിൽ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത്ര മാത്രം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ അടിക്കുന്നു. ഇതോടുകൂടെ ഇതേപോലെ തന്നെ ഇതാകുന്നു. ശ്രദ്ധിക്കുക, ഈ ഐറ്റങ്ങളൊക്കെ എനിക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ചോക്ലേറ്റ് എന്നാകുമ്പോൾ ഇവിടെ ചോക്ലേറ്റ് ആവും, ഷുഗർ എന്നാകുമ്പോൾ ഇവിടെ ഷുഗർ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഏത് ഐറ്റവും നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടെ നമ്മൾ പേര് മാറ്റിയിട്ട് ഞാൻ ചോക്ലേറ്റ് എന്നുള്ളത് സി എന്നാക്കി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് സി എന്നായിട്ടുണ്ടാവും. നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. ഈ ഡാറ്റ വാലിഡേഷനിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്തൊരു ഐറ്റം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു എറർ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? മാക്സിമം ഒന്നുകിൽ ടൈപ്പ് ചെയ്യാം, അതേ പേര് തന്നെ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെല്ലിൽ നിന്ന് ഡാറ്റ വാലിഡേഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ സെല്ല് ക്ലിക്ക് ചെയ്യുക, ഡാറ്റ വാലിഡേഷൻ ഈ ലിസ്റ്റ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എനി വാല്യൂ എന്നാക്കിയിട്ട് ഓക്കെ അടിച്ചാൽ മതി. ഇതോടുകൂടെ എന്ത് ചെയ്യും? ഈ ആരോ പോകുന്നതാണ്. ഇത് നമുക്ക് അവിടെ എന്ത് ചെയ്താലും അതിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെ തന്നെ എക്സലിൽ ഒരുപാട് വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.